സംസ്ഥാനത്തെ സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ സജീവ പ്രവർത്തനം നടത്തിവരുന്ന റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് നടപ്പാക്കുന്ന രോഗി ബന്ധു പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനം റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ വർഗീസ് നിർവഹിച്ചു. തങ്കളം ബ്രാഞ്ച് ഹാളിൽ നടന്ന ചടങ്ങിൽ 30 കോടി ബിസിനസ് പൂർത്തിയാക്കിയ തങ്കളം ബ്രാഞ്ചിനുള്ള അനുമോദനവും കമ്പനി BBB റേറ്റിംഗിലേക്ക് ഉയർന്നതിന്റെ ആഘോഷവും സംഘടിപ്പിച്ചു. റിലയൻസ് ഗ്രൂപ്പ് MD ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോതമംഗലം താലൂക്ക് ആശുപത്രിക്ക് നൽകുന്ന ഉപകരണങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ഏറ്റുവാങ്ങി. കോതമംഗലം റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് നടപ്പിലാക്കുന്ന രോഗി ബന്ധു പദ്ധതിയുടെ താലൂക്ക് തല ഉദ്ഘാടനവും 30 കോടി ബിസിനസ് പൂർത്തിയാക്കിയ തങ്കളം ബ്രാഞ്ചിനുള്ള അനുമോദനവും കമ്പനി BBB റേറ്റിംഗിലേക്ക് ഉയർന്നതിന്റെ ആഘോഷവും തങ്കളം ബ്രാഞ്ച് ഹാളിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി കളക്ടർ റേച്ചൽ വർഗീസ് ഉദ്ഘാടനം ചെയ്തു. റിലയൻസ് ഗ്രൂപ്പ് MD ജോസ് കുട്ടി സേവ്യർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രോഗി ബന്ധു പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം താലൂക്ക് ആശുപത്രിക്കുള്ള ഉപകരണങ്ങൾ സൂപ്രണ്ട് ഡോക്ടർ സാം പോൾ ഏറ്റുവാങ്ങി. AGM ഷാജൻ പീച്ചാട്ട്, ഏരിയ മാനേജർ ജിജി PK, ബ്രാഞ്ച് മാനേജർ ചിന്തു ബേസിൽ, എമിൻ ഏലിയാസ്, സുജാമോൾ മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരുടെയും അകമഴിഞ്ഞ സ്നേഹവായ്പും പിന്തുണയും കൊണ്ടാണ് ഈ ബ്രാഞ്ചിന് ഇത്ര വലിയ ഒരു ബിസിനസ് കൈവരിക്കാൻ സാധിച്ചത്. സംസ്ഥാനത്ത് സാമൂഹിക വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തിവരുന്ന റിലയൻസ് ഗ്രൂപ്പ് ആദിവാസി മേഖലയിൽ ഉൾപ്പെടെ നിർധന പിന്നോക്ക വിഭാഗങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസം നടത്തിവരുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ, ഗ്രാമീണ മേഖലയിലെ സർക്കാർ ആശുപത്രികൾക്ക് ഉപകരണങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സാമഗ്രികൾ, ഭിന്നശേഷിക്കാർക്കും കിടപ്പ് രോഗികൾക്കുമുള്ള സഹായങ്ങൾ, ഓട്ടോ തൊഴിലാളികൾക്ക് യൂണിഫോം വിതരണം, സർക്കാർ സ്കൂളുകൾക്കും അംഗനവാടികൾക്കും ഉപകരണങ്ങൾ നൽകൽ, പിന്നോക്ക മേഖലകളിലെ വനിതകൾക്കായി സ്വയം തൊഴിൽ പദ്ധതി, ലഹരി മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം, പ്ലാസ്റ്റിക് ബോധവൽക്കരണവും തുണിസഞ്ചികളുടെ വിതരണവും, നിർധനരായ രോഗികൾക്ക് ചികിത്സാ സഹായം, സർക്കാർ വിദ്യാലയങ്ങൾക്ക് വാട്ടർ പ്യൂരിഫയറുകൾ, കായിക വിനോദ ഉപകരണങ്ങൾ തുടങ്ങിയവ നൽകുന്ന പദ്ധതികളും നടപ്പിലാക്കി വരുന്നുണ്ട്. 2018 മുതലാണ് തഹസിൽദാരായിട്ട് ജോലി ചെയ്തിരുന്നത്. ഏകദേശം 24 വരെ ഇവിടെ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെയാണ്, അതിസങ്കീർണമായ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത്. പ്രശ്നങ്ങളിലെല്ലാം ഗവൺമെൻറ്റിന് ചെയ്യാവുന്ന കാര്യങ്ങൾക്കെല്ലാം പരിമിതിയുണ്ട്. ഇതുപോലെയുള്ള സ്ഥാപനങ്ങളും വ്യക്തിത്വങ്ങളുമാണ് എപ്പോഴും നമ്മുടെ ജനതയെ സംരക്ഷിക്കുന്നതും അവർക്ക് കൈത്താങ്ങായും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാത്തമായ ഒരു മാതൃകയായിരുന്നു അന്ന് റിലയൻസ് ക്രെഡിറ്റ്സ് നമ്മളോടൊപ്പം നിന്ന്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ, ലൂംബ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ്ക് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.